നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കണ്ണു തുറക്കടി. വെള്ളം തളിക്കും മോളെ. ചേച്ചി മോളെ. മോളെ. മാഷേ. മോളെ. ഇങ്ങോട്ട് കൊണ്ടോ. മോളെ. അച്ചു. അച്ചു. മോളെ കണ്ണു തുറക്ക് ചേച്ചി. മാഷേ കുറച്ചൊരു വെള്ളം ഒഴിക്ക്. മോളെ. ഇവള് തീർന്നെന്നാ തോന്നുന്നേ. ഭാഗ്യം. അങ്ങനെയെങ്കിൽ ഈ വീട് രക്ഷപ്പെട്ടല്ലോ. ഒടുവിൽ അവരുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ ബലമായി പിടിച്ചു വാങ്ങുമായിരുന്നു. അതുകൊണ്ട് ഓർഫനേജ് മാനേജർ പോലീസിനെ വിളിക്കാൻ പറഞ്ഞത്. പോലീസ് എങ്ങാനും വന്നിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഞങ്ങളെ തൂക്കിയെടുത്ത് അകത്താക്കിയേനെ. പിന്നത്തെ കാര്യം അറിയാലോ, പോലീസ് ഞങ്ങളെ കൊണ്ടുപോയി ഇടിച്ച് എല്ലാ സത്യവും പറയിച്ചേനെ. അങ്ങനെ വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ മാഡത്തിന്റെ കാര്യവും കുഴപ്പത്തിലായേനെ. ആ സോറി, അർച്ചന അവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കുന്ന ഞാൻ കരുതിയില്ല. സാരമില്ല, ഇന്നത്തെ അറ്റംപ്റ്റ് പാളിപ്പോയിന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ പ്ലാനിംഗ് പോലെ തന്നെ നടക്കണം. നാളെ ഇവർക്ക് കുഞ്ഞിനെ എടുത്തു തരാൻ പറ്റും അല്ലേ? ഞങ്ങൾ പരമാവധി ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, നടന്നിരിക്കണം. ഇത്രയും പ്രശ്നമായ സ്ഥിതിക്ക് ഇനി അവർ കുഞ്ഞിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കും. അവിടുന്ന് കുഞ്ഞിനെ മോഷ്ടിക്കുന്നത് നടക്കുന്ന കാര്യമല്ല. ലീഗൽ ഡോക്യുമെന്റ്സ് കൊടുത്ത് അതിന്റെ നിയമപരമായി തന്നെ കുട്ടിയെ കൊണ്ടുവരണം. കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാനുള്ള ലീഗൽ ഡോക്യുമെന്റ്സ് എല്ലാം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. പോലീസ് ക്ലിയറൻസിന്റെ കാര്യം മാത്രം മാഡം നോക്കിയാൽ മതി. ആ അത് സാരമില്ല. ഞാൻ ACP സഹിറ തങ്ങളോട് സംസാരിക്കാം. അവരത് ക്ലിയർ ചെയ്തോളൂ. ഇനി ഒരു വീഴ്ച സംഭവിക്കരുത്. പണം എത്ര വേണേലും ഞങ്ങൾ തരാം, പക്ഷെ കാര്യം നടന്നിരിക്കണം. മേഡം ടെൻഷൻ ആവണ്ട, ഞങ്ങൾ ആദ്യമായി ചെയ്യുന്ന കാര്യങ്ങളല്ല. നാളെ കുഞ്ഞിനെ അവിടുന്ന് എടുത്ത് തന്നിരിക്കും. അതിനൊരു മാറ്റമില്ല. തൽക്കാലം നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ ഒരു പ്ലാനുകളും തെറ്റിപ്പോരുത്. ഇനിയും താമസിച്ച അർച്ചന അവിടെ നിന്ന് ആ കുഞ്ഞിനെ തിരിച്ചെടുക്കും. വീണ്ടും അതിനെ നെല്ലിശ്ശേരിയിലേക്ക് കൊണ്ടുവരും. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. അതിനു മുമ്പ് ആ നശിച്ച സന്തതിയെ മുംബൈയിലേക്ക് കടത്തിയിരിക്കണം. സേതു, അച്ചു എവിടെ? അവള് മുറിയിലുണ്ട്. വന്നപ്പോ മുതൽ കഥ കടച്ച ഒരേ ഇരിപ്പ. ഞങ്ങളൊക്കെ ചെന്ന് വിളിച്ചിട്ടും അവള് പുറത്തേക്ക് ഇറങ്ങി വന്നില്ല. ഇതുവരെ ആഹാരം പോലും കഴിച്ചില്ല. ഞങ്ങൾ വിളിച്ചാൽ അവള് വരും. കമലേ വാ. മാഷേ, നിങ്ങളിപ്പോ അവളെ പോയി വിളിക്കണ്ട. അവളൊരു വല്ലാത്ത മാനസികാവസ്ഥയിലാ. ഏതെങ്കിലും ഒരു നല്ല സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. എന്താ സേതു ഈ പറയുന്നേ? എന്റെ മോക്ക് ഭ്രാന്താണെന്നാണോ പറയുന്നത്? അങ്ങനെയല്ല, നിങ്ങൾക്കറിയാലോ, അവളാണ് ഈ വീടിന്റെ എല്ലാം. അവള് തളർന്നുപോയ ഈ വീടിന്റെ താളം തെറ്റിപ്പോവും. കുഞ്ഞു പോയത് അവൾക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. ഇനിയും മനസ്സിന്റെ നിയന്ത്രണം കൈവിട്ടു പോയാൽ അതവളെ വലിയ പ്രതിസന്ധിയിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളെ ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്ന്. എന്റെ മോളെ ഒരു ഡോക്ടറെ കാണിക്കണ്ട. ഞാൻ അവളുടെ അമ്മയാണ് സേതു കേട്ട. അവളുടെ മനസ്സ് എനിക്കറിയാം. ഞാൻ അവളോട് സംസാരിക്കാം. ഞങ്ങൾ സംസാരിച്ച എല്ലാം ശരിയാവും. എല്ലാം ശരിയാവും. പക്ഷേ
അച്ചു 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 മോളെ അച്ചു മോളെ അച്ചു വാതിൽ അച്ചു തുറക്ക് വാതിൽ തുറക്കാൻ മോളെ മോളെ അച്ചു മോളെ അച്ചു മോളെ വാതിൽ തുറക്ക് അമ്മയെ വിളിക്കുന്നേ എന്താ അമ്മേ മോളെ അച്ചു വാതിൽ തുറക്ക് അച്ചു മുറി തുറക്കുന്നില്ല അച്ചു മോള് വാതിൽ തുറക്കുന്നില്ല ചേച്ചി മോളെ. മോളെ മോളെ അച്ചു മോളെ കഥ മോളെ. അമ്മയാ വന്നിരിക്കുന്നത് മോളെ എന്താ ചേച്ചി വാതിൽ തുറക്കുന്നില്ല സേതുട്ടാ ഇത്രയൊക്കെ തട്ടി വിളിച്ചിട്ടും ചേച്ചി എന്താ വാതിൽ തുറക്കാത്തെ? മോളെ അച്ചു മോളെ. ഈശ്വരാ, മാഷെ മോളെ മോളെ അച്ചു അർച്ചനെ മോളെ മോളെ അർച്ചനെ മോളെ ഇടിച്ചു തുറക്കും മാഷെ മോളെ അയ്യോ അയ്യോ ചേച്ചി അച്ചു. മോളെ. മോളെ മോളെ ചേച്ചി. അച്ചു മോളെ അച്ചു അയ്യോ മോളെ. മോളെ അച്ചു ചേച്ചി അതിനകത്ത് വെള്ളം മോളെ എടുക്ക്. വെള്ളം എടുക്കടി മോളെ മോളെ അച്ചു മോളെ. ദേ കണ്ണ് തുറക്ക് കണ്ണ് തുറക്കടി വെള്ളം തളിക്ക് മോളെ തളിക്ക്. ചേച്ചി മോളെ മോളെ മാഷെ ചേച്ചി മോളെ. പിടിച്ച് മോളെ ഇതിലേക്ക് പിടിച്ച കിടത്തൂ. കട്ടിലേക്ക് എഴുതാം മോളെ ഇങ്ങോട്ട് കൊണ്ടോ മോളെ അച്ചു അച്ചു മോളെ മോളെ. കണ്ണു തുറക്ക് ചേച്ചി മോളെ, അച്ചു. പക്ഷെ കുറച്ചൊരു വെള്ളം ഒഴിക്കും മോളെ ഇവള് തീർന്നെന്നാ തോന്നുന്നേ. ഭാഗ്യം, അങ്ങനെയെങ്കിൽ ഈ വീട് രക്ഷപ്പെട്ടല്ലോ. അച്ചു അച്ചു മോളെ. അയ്യോ, മാഷെ എന്താ മോളെ ചേച്ചി മോളെ അച്ചു അച്ചു ചേച്ചി മോളെ നോക്ക് മോളെ. നോക്ക് ആയിരിക്കും വന്നിരിക്കുന്നത് മോളെ. അച്ചു ചേച്ചി കണ്ണു അച്ചു തുറക്ക്. ആ, മോളെ ഓ, ഇവള് ചത്തില്ലേ? മോളെ പിടിച്ച് ആ, പതുക്കെ എന്റെ മോള് പോയി അമ്മ. എന്റെ മോള് വിഷമിക്കണ്ട ചേച്ചി ആ കുഞ്ഞിനെ നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് കരുതിയാ മതി ഇനി ആ കുഞ്ഞിനെ നിനക്ക് കണി കാണാൻ കിട്ടില്ല. നാളെ തന്നെ അതിനെ ഞാൻ മുംബൈയിലേക്ക് കടത്തിയിരിക്കും. എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചിട്ടും എന്റെ കയ്യിൽ നമ്മള് പോയമ്മ. അയ്യോ ഞാനിനി എന്ത് ചെയ്യും? ചേച്ചി എന്റെ മോള് എന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയ അവളെ ദേവിക്ക് സമർപ്പിക്കാന്ന് നേർന്നതാ ഞാൻ. എന്നിട്ടും ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.